ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോ ഫനസല ഇലൈനാ റാഇൻ, ഒരാട്ടിടയൻ ഇങ്ങനെ ഇറങ്ങി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ആട്ടിടയാ ബിഇനി ശാതൻ, ഒരാടിനെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ? ഞാൻ വാങ്ങിക്കാം. ഒരാടിനെ വിൽക്കുമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇന്നി മംലൂക്ക്, ഞാൻ അടിമയാണല്ലോ, അടിമയ്ക്ക് എങ്ങനെ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ വിൽക്കാൻ പറ്റും? ഉമർ തങ്ങൾ ചോദിച്ചു ഉടമസ്ഥനോടെ, അകലഹു ദിഇബു, ആ ആടിനെ ഒരു ചെന്നായ കടിച്ചു തിന്നു എന്ന് പറഞ്ഞ പോരെ, നീങ്ങത്താ പൈസ ഞാൻ തരാം. ഇത് കേട്ടപ്പോ ആട്ടിടയൻ പറഞ്ഞു, ഫഅൈനല്ലാഹ്, ഉമറേ, അല്ലാഹു അവിടെ കാണുന്നില്ലേ? കഴിഞ്ഞു. ഫബകാ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. പൊട്ടിക്കരഞ്ഞു. അല്ലാഹു കാണുന്നില്ലേ ഉമറേ? എന്റെ മുതലാളി എനിക്ക് പറ്റിക്കാൻ പറ്റിയേക്കും അല്ലേ? എന്റെ മുതലാളിക്ക് കള്ളക്കണക്ക് എഴുതി കൊടുക്കാൻ പറ്റിയേക്കും. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അറബിയോ അനർബിയോ ആകട്ടെ, മാനേജറോ സൂപ്പർവൈസറോ ആകട്ടെ, ഉത്തരവാദപ്പെട്ട ലൈൻ മാനേജേഴ്സ്, അവരെയൊക്കെ വഞ്ചിക്കാനും അവരുടെ കണ്ണിലൊക്കെ പൊടിയിട്ട് കാര്യം കഴിച്ചു കടക്കാനും എന്നെ കൊണ്ട് സാധിച്ചാലും അല്ലാഹു കാണുന്നില്ലേ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ കരഞ്ഞുപോയി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഹയാ, ഇതാണ് അല്ലാഹുവിനോട് തോന്നുന്ന അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. നേരെ പോയത് അടിമയുടെ ഉടമസ്ഥന്റെ മുമ്പിലേക്ക്. അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ അടിമയെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ? ഞാൻ അടിമയൊന്ന് വാങ്ങട്ടെ എന്ന് പറഞ്ഞു. വാങ്ങിച്ചോളൂ. ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ട് ഈ അടിമയെ വാങ്ങിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ ഞാൻ അല്ലാഹുവിന് വേണ്ടി സ്വതന്ത്രനാക്കി വിടുകയാണ്. നമുക്ക് അടിമ സമ്പ്രദായമുണ്ട്. നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കി വിടുന്നു. പറഞ്ഞു, അഅതഖതുക ഹാദിഹിൽ കലിമതു ഫിദ്ദുനിയാ വഅർജു അൻ തുഅതിഖഹാ യൗമൽ ഖിയാമ. അല്ലയോ അടിമ, അല്ലാഹു കാണുന്നില്ലേ ഒരു വാക്ക് നിങ്ങൾ ദുന്യാവിൽ പറഞ്ഞതുകൊണ്ടാണ് അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടിയത്. ഇവിടെ നാളെ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് ഇതേ വാക്കുകൊണ്ട് നിങ്ങൾക്ക് മോചനം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ് അടിമയോട് പോകാൻ പറഞ്ഞു. ഇനി മുതൽ നിങ്ങൾ സ്വതന്ത്രനാണ്, പൊയ്ക്കോളൂ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളല്ലേ, എവിടെ പോയി ജീവിച്ചാലും പേടിക്കാനില്ലല്ലോ. പരേങ്കാലത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരന് ഇവിടത്തെ ഈ മഹല്ലിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. വണ്ടിയിൽ വരുന്ന സമയത്തും കണ്ടു നമ്മുടെ ജംഗ്ഷനിലൊക്കെ കുറേ ചെറുപ്പക്കാർ, കുട്ടികൾ 15, 16, 18, 20 വയസ്സുള്ള ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാർ അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് പിന്നെ മംഗലാപുരത്തെ കോളേജിൽ നിങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുമ്പോ എങ്ങനെയാ പിന്നെ അവിടെ ചെന്ന് മദ്യക്കച്ചവടം ചെയ്യുക? നിങ്ങൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കോ മുംബൈയിലേക്കോ ബോംബെയിലേക്കോ അങ്ങ് ദുബായിക്കോ ഷാർജക്കോ കുവൈറ്റിലേക്കോ ഖത്തറിലേക്കോ ഇനി അങ്ങോട്ട് സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ പോയാൽ പോലും അല്ലാഹു കൂടെയുണ്ടെന്ന ബോധമുള്ള ചെറുപ്പക്കാരൻ പിന്നെ എങ്ങനെയാ വ്യഭിചരിക്കാൻ പോകുക? എങ്ങനെയാ കള്ളുകുടിക്കുന്ന സംഘത്തിന്റെ കൂടെ നടക്കുക? എങ്ങനെയാണ് അവന്റെ കൂടെയുള്ള ചിന്തകൾ മോശമാകുന്നത്? അല്ലാഹു കൂടെയില്ലേ? മദീനയിലൂടെ നടക്കുമ്പോഴാണ് അന്നൊരു ഉമ്മ തന്റെ മോളോട് പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഉസ്താദ്മാര് പറയുന്ന കഥയല്ലേ അത്? ആ പെൺകുട്ടി ഉമ്മയോട് എന്താ പറഞ്ഞത്? ഉമ്മ, ഉമർ എന്നവർ കാണുന്നില്ലെങ്കിൽ പോലും അല്ലാഹു കാണുന്നുണ്ടല്ലോ, അല്ലാഹു കാണുന്നുവല്ലോ എന്ന ആ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ ഈ പെൺകുട്ടിയെ എന്റെ പുരയിലേക്ക് എന്റെ മോന് ഭാര്യയായിട്ട് വേണമെന്ന് ചിന്തിച്ച് മഹാനായ നാഫി എന്നവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കൊച്ചു കൂരയിലുള്ള പെൺകുട്ടിയെ. എന്തിനെ? അവൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവളാണെന്ന് കണ്ടപ്പോൾ. ഖലീഫല്ലേ, ഒരുപാട് ഔന്നിത്യമുള്ള തറവാടിത്തമുള്ള കുടുംബത്തിന് കല്യാണങ്ങൾ വരില്ലേ? വരും. പക്ഷേ എനിക്ക് അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണാണ് എന്റെ മക്കൾക്ക് ഭാര്യയായിട്ട് വേണ്ടത് എന്ന് ചിന്തിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ നോക്ക് വീടിന്റെ വലുപ്പത്തിലുണ്ടെന്നാ, എന്നിട്ട് പോയിട്ട് കണക്ക് പറയാം അവിടെ കല്യാണ്ട് എത്ര വേണം കേട്ടോ. ഇപ്പൊ തുറന്നു പറയണില്ല എന്നാ കേട്ടത്. മറ്റവർക്ക് കൊടുത്തത് 100, 500 നമ്മളൊന്നും ചോദിക്കണമെന്നില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്നത് 200, 300, 500 പവനൊക്കെയാണ്. പക്ഷെ നമ്മളൊന്നും പറയണില്ല. എന്താ ഇതിന്റെ അർത്ഥം? ഇനി എന്താ പറയാനുള്ളത്? ഇനി എന്താ ഇതിൽ പറയാനുള്ളത്?
ഇങ്ങനെ സമ്പത്ത് നോക്കി മനുഷ്യരെ കച്ചവടം ചെയ്ത കല്യാണങ്ങളിലൂടെ ജനിക്കുന്ന മക്കളല്ലേ വഴിതെറ്റിപ്പോയത്. കല്യാണം കഴിക്കുമ്പോ ലിയുഹസ്സിന ഫർജി, എന്റെ ശരീരഭാഗം സൂക്ഷിക്കാനും, മർളാത്തിൽ റബ്ബി, എന്റെ റബ്ബിന് പൊരുത്തമുണ്ടാകാനും, വഹിഫ്നൽ ലിഐനി, അന്യ പെണ്ണുങ്ങളിലേക്ക് എന്റെ കണ്ണിടറിപ്പോകാതെ സൂക്ഷിക്കാനുമാണെന്ന് പറഞ്ഞ് എങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ കുടുംബം സ്വാലിഹീങ്ങളുടെ കുടുംബമായി പോയേനെ. നമ്മൾ അതല്ലല്ലോ നോക്കിയത്. ഇയ്യാകും വഖദറാ അദ്ദമിൻ, ഇയ്യാകും വഖദറാ അദ്ദമിൻ, ഖദറാ ഉദ്ദമിൻ നിങ്ങൾക്ക് വേണ്ട. അവർ ചോദിച്ചു, നബിയേ ആരാണ് ഖദറാ ഉദ്ദമിൻ? ഖാല അൽ മർഅത്തുൽ ഹസനാഉ ഫിൽ മൻബിതിസ്സൂ. ചെറുപ്പക്കാരോട് പറഞ്ഞതാ നബി തങ്ങൾ, ചെറുപ്പക്കാരോട് പറഞ്ഞതാ. ചെറുപ്പക്കാരികളെ നിങ്ങൾ ഒട്ടും ദേഷ്യപ്പെടരുതേ, ഈ ഹദീസ് ഞാനങ്ങ് പറഞ്ഞോട്ടെ. ഇയ്യാകും ഖദറാ അദ്ദമിൻ, ഖദറാ ഉദ്ദമിനെ നിങ്ങൾ കല്യാണം കഴിക്കല്ലേ. ആരാ നബിയെ ഖദറാ ഉദ്ദമിൻ? കേട്ടുപരിചയമില്ലാത്തൊരു വാക്കാണത് അറബിയിൽ പോലും. ഖദറാ ഉദ്ദമിൻ അൽ മർഅത്തുൽ ഹസനാഉ, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിന്റെ വ്യാഖ്യാനം. അൽ മർഅത്തുൽ ഹസനാഉ ഫിൽ മൻബിതിസ്സൂഇ, കാണാൻ ഭംഗിയുള്ള പെണ്ണാണ്, പക്ഷേ വളർന്നു വന്നത് മോശപ്പെട്ട വീട്ടിലാണ്. കള്ളും കഞ്ചാവുമായി നടക്കുന്ന വാപ്പ, പലിശേർപ്പാടിന്റെ ബിസിനസ്സുള്ള വാപ്പ, അച്ചടക്കമില്ലാത്ത കുടുംബങ്ങൾ, ആണുങ്ങൾക്കിടയിലൂടെ കൂടിക്കലർന്ന് നടക്കുന്നവർ, റോട്ടിലൂടെ ആടിക്കൊഴഞ്ഞു നടക്കുന്ന മായിലാത്തുൻ മുമീലാത്ത്, ആണുങ്ങളിലേക്ക് ചായുന്നവരും ആണുങ്ങളെ ആകർഷിക്കാനും വേണ്ടി മോശമായ വസ്ത്രവിധാനം ഇട്ട് നടക്കുന്ന കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന മുഖത്തിന് ഭംഗിയുള്ള കുട്ടികൾ, മുസ്ലിമേ നിനക്ക് വേണ്ടെന്ന പരിശുദ്ധ റസൂലുള്ളാഹ്. ഏതുവരെ? ഈ കുട്ടികൾ നന്നാകുന്നവരെ. ഫാഷൻ മതി എന്ന് പറഞ്ഞ് കെട്ടിയിട്ടുണ്ടല്ലോ, ആ ഫാഷൻ കൊണ്ട് പിന്നെ അവന് മതിയായി കാണും. നബി തങ്ങൾ പറഞ്ഞു എന്നങ്ങനെ ചെയ്യല്ലേ. പക്ഷേ 1 മാസത്തേക്ക് 2 മാസത്തേക്ക് ഗൾഫിൽ നിന്ന് ജോലിയിൽ നിന്ന് ലീവെടുത്ത് വന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോയി കാത്തിരുന്നത് ഗേൾസ് ഹോസ്റ്റലിന്റെ മുമ്പിൽ, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിൽ, കോളേജിന്റെ മുമ്പിൽ, യൂണിവേഴ്സിറ്റി കവാടങ്ങളുടെ മുമ്പിൽ അവൻ ആകെ ഉന്നം വെച്ച് നോക്കി നിന്നത് കാണാൻ ഭംഗിയുള്ള മുഖഭംഗിയുള്ള കുട്ടി ഏതെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ എന്ന്. കണ്ടപ്പോഴേക്കും ഒരാൾ ബൈക്കിൽ, ഒരാൾ കാറിൽ, ഒരാൾ ബസ്സിൽ, ഇങ്ങനെ മുഖമല്ലാതെ മറ്റൊന്നും നോക്കാതെ നിങ്ങൾ കല്യാണം കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്, അഷ്റഫുൽ ഖൽഖ് ഞങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് മുഖസൗന്ദര്യം മാത്രം മതി എന്ന് ചിന്തിച്ച് കല്യാണം കഴിച്ച ചെറുപ്പക്കാര, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു കൽപ്പനയെ നമ്മൾ അവിടെ തന്നെ ധിക്കരിച്ചു കഴിഞ്ഞു. നോക്കിയോ, അവൾക്ക് ബോധമുണ്ടോ? അല്ലാഹുവിനെ പറ്റി ബോധമുണ്ടോ? റസൂലുള്ളാഹിനെ പറ്റി ബോധമുണ്ടോ? ചെറുപ്പക്കാരെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെ. ഇദാ അതാകും മൻ തർദൗന ദീനഹു വഅമാനതഹു ഫസവ്വിജൂഹു ഇല്ലാ തകും ഫിത്നതും ഫിൽ അർളി വഫസാദുൻ കബീർ. ഇദാ അതാകും മൻ തർദൗന ദീനഹു, ഒരു ചെറുപ്പക്കാരന്റെ ദീൻ, അവന്റെ ദീനിയായ നടപ്പ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, വഅമാനതഹു, അവന്റെ വിശ്വസ്തതയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫസവ്വിജൂഹു, അവനെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ പെൺമക്കളെ ആർക്കാ കഴിച്ചു കൊടുക്കേണ്ടത്? സത്യസന്ധതയും ദീനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ നോക്കിയത് നമ്മുടെ പുതിയാപ്പിളക്ക് എന്താണ് വരുമാനം, അത്രയും നോക്കിയിട്ടുള്ളൂ അല്ലേ? എന്താണ് വരുമാനം? ഗൾഫിൽ എന്താ പണി? ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ ഇല്ലേ? സുബ്ഹാനല്ലാഹ്. കാണാൻ എങ്ങനെ കോലുണ്ടോ, മസിലൊക്കെ ഉണ്ടോ? ഇങ്ങനെ നോക്കിയിട്ട് മുഖസൗന്ദര്യവും ശരീര സൗന്ദര്യവുമല്ലാതെ മറ്റൊന്നും നോക്കാതെ മക്കളെ കെട്ടിച്ചുപോയി പെട്ടുപോയ വാപ്പമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന നിങ്ങൾ അവിടെ ധിക്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൗബ ചെയ്ത് മടങ്ങിയേക്കിൻ. നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടമുണ്ടായില്ല എന്ന് വരും, പക്ഷേ അവര് നരകത്തിലേക്ക് പോകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ? യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. യഅലമു ഖായിനതൽ അയുനി, എന്താണോ കണ്ണുകളുടെ കട്ടുനോട്ടം ഏതോ അത് അല്ലാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചുവെക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ട്. അതിനാണ് അല്ലാഹുവിൽ നിന്ന് നാണം വേണമെന്ന് പറയുന്നത്. അല്ലാഹുവിനെ കണ്ട് നാണിക്കണില്ലേ? എന്റെ റബ്ബ് ഇത് കാണുന്നില്ലെന്ന ബോധമില്ലേ?